ഹലോ ഫ്രണ്ട്സ്, കളർ എക്സ്പീരിയൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രാവുകളുടെ കാൽ കൊഴിച്ചൽ എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾ പ്രാവുകളുടെ കാൽ തമ്മിൽ കൂട്ടിക്കെട്ടുമ്പോൾ ഒരു കാരണവശാലും ടൈറ്റായി കെട്ടരുത്. ടൈറ്റായി കെട്ടിക്കഴിഞ്ഞാൽ പ്രാവിൻ്റെ കാലിൻ്റെ രക്തോട്ടം നിൽക്കും. അതുകൊണ്ട് കാല് തന്നെ നഷ്ടപ്പെടാനും ചിലപ്പോൾ പ്രാവിൻ്റെ ജീവൻ തന്നെ നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് കാലുകൾ തമ്മിൽ കെട്ടുമ്പോൾ വളരെ ലൂസായിട്ട് വേണം, നേരെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം കെട്ടാൻ, അല്ലെങ്കിൽ അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. നമ്മുടെ ഈ പ്രാവും കുഞ്ഞിനാണ് കാൽ കുഴച്ചിലുള്ളത്. ഒരു കാല് ബാക്കിലേക്ക് ഇങ്ങനെ നീങ്ങിയിരിക്കുന്നത് പോലെ, ഒരു കാല് ഇങ്ങനെ വിരലുകൾ മടങ്ങിയിരിക്കുന്നത് പോലെയാണ് ഇരിക്കുന്നത്. ഇതിപ്പോൾ എങ്ങനെ ശരിയാക്കാം എന്ന് നമുക്ക് നോക്കാം. അതിന് രണ്ട് മാർഗങ്ങളാണുള്ളത്. നമുക്കതൊന്ന് പരീക്ഷിക്കാം. അപ്പോൾ ഇതിന് വേണ്ടി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: ഒരു മാസ്ക്, ഒരു കാർഡ്ബോർഡ് പേപ്പർ, ഒരു കത്രിക. മാസ്കിൻ്റെ സൈഡിലുള്ള വള്ളി ഒരു ഇലാസ്റ്റിക് ആക്ഷൻ ഉള്ളതാണ്. അത് വെച്ച് നമുക്ക് കാലിൽ കെട്ടണം. ഇതോടെ ഇരിക്കട്ടെ. നമുക്ക് കാർഡ്ബോർഡ് പേപ്പർ ഇതേമാതിരി എടുത്തിട്ട് രണ്ട് ഹോള്, ഒരെണ്ണം ഇവിടെ അധികം വലുതാക്കാതെ രണ്ട് ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കുക. മതി. എന്താ രണ്ട് ഹോൾസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ അരികെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് ഇങ്ങനെ വെട്ടുക. കുഞ്ഞിൻ്റെ കാല് പതിയെ ഇതിൻ്റെ അകത്തേക്ക് ആദ്യം ഒരു സൈഡ് കയറ്റുക. ഒരു സൈഡ് പതിയെ കയറ്റുക. വീണ്ടും മറ്റേ കാല് അതേമാതിരി കയറ്റുക. അധികം വലിയ ഹോളിട്ടാലേ ഊരി പോരും. അതാണ് ചെറിയ ഹോളിട്ടത്. ഇതേമാതിരി കാല് ഇരിക്കണം. ഇത് ഇതേമാതിരി കാലിൻ്റെ ഈ മുട്ടിന് മുകളിലേക്ക് കയറ്റിയിടുക. എന്നിട്ട് ഈ രണ്ട് കാലുകൾ തമ്മിൽ നമുക്ക് കൂട്ടിക്കെട്ടണം. ഇവിടെ ഇടാൻ പറ്റിയ റിങ് കിട്ടിയിരുന്നെങ്കിൽ എളുപ്പമാണ്. കെട്ടുന്നതിനേക്കാൾ നല്ലത് റിങ് ഇടണേ. റിങ് ഇപ്പം നിലവിൽ ഇവിടെ കിട്ടാനില്ല. റബ്ബറിൻ്റെ റിങ് കിട്ടും, റബ്ബറിൻ്റെ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ. അത് ഇടണമെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാണ്. ഇതിൻ്റെ ഈ വള്ളി അങ്ങോട്ട് വെട്ടിയെടുക്കുക. മാസ്കിൻ്റെ ഈ വള്ളി നമുക്ക് ഈ രണ്ട് കാലിലായിട്ടും കെട്ടിക്കൊടുക്കുക.
ഇതേമാതിരി രണ്ട് കാലിലും കൂടി ക്രോസായിട്ട് ഇതിന് താഴെയായിട്ട് ഇവിടെ കെട്ടുക. ഒന്നില്ലെങ്കിൽ ഇവിടെ കെട്ടുക, ഇവിടെ കാർഡ്ബോർഡ് ഇടുക, അല്ലെങ്കിൽ ഉള്ളിൽ കാർഡ്ബോർഡ് ഇടുക, അല്ലെങ്കിൽ ഇവിടെ കെട്ടുക. എങ്ങനെ വേണമെങ്കിലും ഇത് ചേഞ്ച് ചെയ്ത് ചെയ്യാം. കുഞ്ഞിൻ്റെ കാൽവിരൽ മടങ്ങിയിരിക്കുന്നത് കാരണം കാർഡ്ബോർഡ് വെച്ചിട്ട് ടാപ്പ് ചുറ്റി കൊടുക്കാം. ഇതിനു വേണ്ടി ഒരു കാർഡ്ബോർഡ് പേപ്പർ എടുത്തിട്ട് ഇതേമാതിരി വെട്ടുക. അതായത് കാൽ വിരലുകളുടെ ഷേപ്പിൽ വെട്ടിക്കൊടുക്കണം. വെട്ടിയിട്ട് നമുക്ക് ടാപ്പ് വെച്ച് ഒട്ടിക്കാനുള്ളതാണ്. വെട്ടിയെടുക്കുക. ഫ്രണ്ടിലേക്ക് 3 വിരലും ബാക്കിലേക്ക് 1 വിരലും വെക്കുന്ന രീതിയിൽ വേണം വെട്ടാൻ. ഞാനിത് ഒറ്റയ്ക്ക് ചെയ്യുന്നത് കൊണ്ടും ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളെ നേരിട്ട് കാണിക്കുന്നത് കൊണ്ടുമാണ് ഈ വീഡിയോ ഇത്രയും ലെങ്തായി പോകുന്നത്.
നിങ്ങളുടെ സംശയവും നിർദ്ദേശങ്ങളും അഭിപ്രായവും കമൻറ്റിൽ എഴുതുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. രണ്ട് കാലിൽ നിൽക്കുന്നുണ്ട്. ഒന്ന് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുള്ള രണ്ട് കാലിൽ നിൽക്കുന്നുണ്ട്. ബാക്കിലേക്ക് കാലിങ്ങനെ കാണിക്കാം. അപ്പോൾ നമ്മൾ ഫിസിക്കലായിട്ടുള്ളതെല്ലാം കഴിഞ്ഞു. ഇനി മെഡിസിൻ എന്ന രീതിയിൽ നമുക്ക് ചെയ്യാം. ഇത് ന്യൂറോബിയം ടാബ്ലറ്റാണ്. ഇത് ഒരെണ്ണം എടുത്തിട്ട് അതിൻ്റെ ഒരെണ്ണത്തിൻ്റെ കാൽഭാഗമാണ് കൊടുക്കേണ്ടത്. നമുക്ക് മുട്ടത്തോണ്ട് പൊടിച്ചിട്ട് മിക്സിയിലിട്ടിട്ട് പൊടിയാക്കണം. കുറച്ച് മിക്സിയിട്ട് അടിച്ച് പൊടിയാക്കിയ ശേഷം വെള്ളത്തിൽ ശരിക്കും മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ചെറിയൊരു പാത്രത്തിലോ കുപ്പിയിലോ ആക്കി ഒരു സിറിഞ്ചിൽ എടുത്തിട്ട് നമുക്ക് കുഞ്ഞിൻ്റെ വായിൽ ഇറ്റിച്ചു കൊടുക്കാം. അപ്പോൾ കാൽസ്യത്തിൻ്റെ കുറവ്, മെയിനായിട്ട് കാൽസ്യത്തിൻ്റെ കുറവ് കാരണമാണ് ഈ കാൽ കൊഴിച്ചിലൊക്കെ വരുന്നത്. അപ്പോൾ അത് മാറിക്കിട്ടും. ഇതിൻ്റെ മരുന്നാണ് ഇത്. ഈ രീതിയിൽ തന്നെ ചെയ്യണമെന്നില്ല. ഇതിപ്പോൾ ഞാൻ കാണിച്ചെന്നുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളതായിട്ടുള്ള രീതിയിൽ ചെയ്യാം. ഈ രണ്ട് ഭാഗവും അടുപ്പിച്ചിരിക്കണം എന്ന് മാത്രമുള്ളൂ. ഇവിടെ അടുപ്പിച്ചിരിക്കണം, ഇവിടെ അടുപ്പിച്ചിരിക്കണം. കാലിൻ്റെ വിരലുകളും ഇതേമാതിരി നിവർന്നിരിക്കണം. അത്രയേ ഉള്ളൂ.